നമ്മൾ ഡാർക്ക് മാറ്ററിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സാധാരണ മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള മാസുള്ള എല്ലാത്തിനെയും നമ്മൾ മാറ്റർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഡാർക്ക് മാറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ സാധാരണ നമ്മൾ കാണുന്ന 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള ഫോഴ്സസിനെയാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ ഒരു 4 ഫോഴ്സുകളാണ് നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ സാധാരണ വിവിധ മെറ്റീരിയലുകൾ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് കാണാറുള്ളത്. അപ്പോൾ ഒന്നാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങളുടെ അകത്തൊക്കെ ഈ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട, അതായത് ന്യൂക്ലിയർ ഫോഴ്സസ്, ഈ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നതായിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടാമതാണ് വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ട്. ന്യൂക്ലിയർ ഫോഴ്സ് തന്നെ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഫോഴ്സസും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീക്ക് ഫോഴ്സസിനെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. മറ്റൊന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നതായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നതാണ് മൂന്നാമത്തത്. നാലാമത്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആണുള്ളത്. ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ്ങും വീക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും, നാലാമത്താണ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആവുന്ന ഫോഴ്സുകളിലൊന്ന് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. കാരണം നമ്മളെയൊക്കെ ഭൂമി ചേർത്ത് നിൽക്കുന്നതും മരങ്ങളുടെ മുകളിൽ നിന്ന് തേങ്ങയും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ താഴോട്ട് വീഴുന്നതും ഈ ഒരു ഗ്രാവിറ്റേഷൻ, നമ്മൾ എറിഞ്ഞ കല്ല് മുകളിൽ നിന്ന് പോയി താഴോട്ട് വീഴുന്നതും ഒക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ്ലി വിസിബിൾ ആവില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് കാണാൻ വേണ്ടി വരും. മാഗ്നറ്റിൻ്റെയൊക്കെ ബലം നമുക്ക് അറിയാവുന്നതാണ്, മാഗ്നറ്റ് വെച്ച് അട്രാക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ഫോഴ്സും നമുക്ക് കാണാൻ വേണ്ടി വരും. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ നോർമൽ ആയിട്ടുള്ള മാറ്റർ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വസ്തുക്കൾ, മാസുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ദ്രവ്യമുള്ള വസ്തുക്കളെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നോർമൽ ആയിട്ടുള്ള ഈ ഒരു ഫോഴ്സുകൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. എന്നാൽ ചില വസ്തുക്കളുണ്ട്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ ഒരു ചാർജ് ഒന്നുമില്ലാത്ത ചില വസ്തുക്കളുണ്ട്. ഒരു തരത്തിലുള്ള ചാർജ് ഇല്ലാത്തതും ഇലക്ട്രോ മാഗ്നറ്റിക് ഈ ഫോഴ്സുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇൻട്രാക്ഷനും ഇല്ലാത്ത നമ്മുടെ പ്രപഞ്ചത്തിൽ കുറച്ച് മെറ്റീരിയലുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളെയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, പേരിൽ മാറ്റർ ഉണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് മാസ് ഉണ്ട്, ദ്രവ്യമുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡാർക്ക് എന്ന് പറയാൻ കാരണം എന്താ? കാരണം അത് ഇരുണ്ടതാണ്, നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നമുക്കൊരു വസ്തുവിനെ കാണണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു വസ്തുവിനെ കാണണം എന്നുണ്ടെങ്കിൽ പ്രകാശം അതിൽ പോയി തട്ടുകയും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു വസ്തുവിനെ കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുക. പക്ഷേ ഈ ഒരു വസ്തുക്കൾ, ഈ ഒരു ഡാർക്ക് മാറ്റർ ഈ പ്രകാശത്തെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയില്ല. സ്വാഭാവികമായിട്ടും നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് എന്ന് വിളിക്കുന്നത്. അത് പ്രകാശത്തെ പുറത്തേക്ക് വിടാത്തതുകൊണ്ടാണ് അതിനെ ഡാർക്ക് എന്ന് വിളിക്കുന്നത്. അതേസമയത്ത് മാറ്റർ ആണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഉള്ളതുപോലെ തന്നെ ഇതിനും എന്തുണ്ട്? മാസ് ഉണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാസ് ഉണ്ടെങ്കിൽ പോലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വളരെ വീക്കായിട്ട് മാത്രമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട്. കാരണം നമ്മൾ മാസുള്ള എല്ലാ വസ്തുക്കളും തമ്മിലുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസുള്ള വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സാണ്. അപ്പോൾ ഇതിന് മാസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഇതിന് വെയിറ്റ്, നമ്മൾ വെയിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കിലോയിൽ പറയല്ലേ, ഇതാണ് മാസ്. ആ മാസാണ് ആക്ച്വലി വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അളക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മളത് വെയിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഫോഴ്സ് ആണ്. അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ന്യൂട്രണിലാണ് പറയുന്നത്. പക്ഷേ നമ്മൾ താഴെ എൻ്റെ വെയിറ്റ് 65 കിലോ ആണെന്ന് പറയുമ്പോൾ എനിക്ക് 65 കിലോ മാസ് ഉണ്ട്, ദ്രവ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. എൻ്റെ പിണ്ഡം, ആ മാസിൻ്റെ പിണ്ഡം, അപ്പോൾ ഈ പിണ്ഡം എന്ന് പറയുന്നത് 75 അല്ലെങ്കിൽ 65 കിലോ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസുള്ള വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇത് ഡാർക്ക് മാറ്റർ ആണ്, അത് മാറ്റർ ആണ്. സ്വാഭാവികമായിട്ടും ഇത് ഗ്രാവിറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഇത് ഗ്രാവിറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്രാവിറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമെങ്കിലും ഗ്രാവിറ്റിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ വളരെ വീക്കാണ്. അതായത് നമുക്ക് അധികമൊന്നും ഗ്രാവിറ്റിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് മാറ്ററിനെ എല്യൂസീവ് എന്നാണ് വിളിക്കാറുള്ളത്. എല്യൂസീവ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എന്ന്, വളരെ ബുദ്ധിമുട്ടാണ് ഈ സംഭവത്തിനെ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി, കാണുന്നതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡാർക്ക് മാറ്ററിനെ എല്യൂസീവ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എല്യൂസ് ആവുന്നത്?
ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻസ് ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ലൈറ്റ് വെച്ചുള്ള പരിപാടികളൊന്നും നമുക്ക് നടക്കില്ല, ഫോട്ടോ എടുക്കലൊന്നും നടക്കില്ല, ലൈറ്റ് വെച്ചുള്ള ഒരു പരിപാടി നടക്കില്ല. പിന്നെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട ഡിറ്റക്ഷൻസ് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതും വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് ഇല്യൂസീവ് ആണെന്ന് വിളിക്കും, ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ആണെന്ന് പറയും. അതായത് വളരെ വീക്കായിട്ടാണ് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈവൻ മാറ്റർ ഉണ്ടെങ്കിൽ പോലും വളരെ വീക്കായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമാണ് ഈ ഒരു ഡാർക്ക് മാറ്ററിന് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാം എന്താണ് ഈ ഒരു ഡാർക്ക് മാറ്ററിൻ്റെ അകത്തുള്ളതെന്ന്. അപ്പോൾ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് നമുക്ക് വലിയ അറിവുകളൊന്നുമില്ല, നമ്മുടെ അറിവുകൾ വളരെ വളരെ പരിമിതമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡാർക്ക് മാറ്റർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇതുവരെ വന്നിട്ടില്ല. പലതരത്തിലുള്ള അസംഷൻസ്, ന്യൂട്രിനോസ് ആണെന്നും അതുപോലെ തന്നെ സെഡ് ബോസോൺ എന്നൊക്കെ പറയുന്ന കോമ്പോണൻസ് ആണെന്നും പാർട്ടിക്കിൾസ് ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അസംഷൻസും തിയറീസും ഉണ്ട്. പക്ഷെ അതൊന്നും ക്ലാരിഫൈഡ് അല്ലെങ്കിൽ സയന്റിഫിക് ലോകം അംഗീകരിച്ച തിയറികളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഡാർക്ക് എനർജി എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഏകദേശം 68% വരുന്നത് ഈ ഒരു ഡാർക്ക് എനർജി ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ സാധാരണ കാണുന്ന എനർജിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയാണ് ഡാർക്ക് എനർജി എന്ന്. നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിനെ ഡാർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ എനർജി ഉണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു എനർജിയാണ്, അതുകൊണ്ട് അതിനെ ഡാർക്ക് എനർജി എന്ന് വിളിച്ചു. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ഉള്ളത് ഡാർക്ക് മാറ്റർ ആണെന്ന് ഓർത്ത് വെക്കേണ്ടത്. ഡാർക്ക് മാറ്റർ ഏകദേശം 27% വരുന്നത് ഡാർക്ക് മാറ്റർ ആണ്. ശേഷിക്കുന്ന 5% മാത്രമാണ് നമ്മുടെ ഓർഡിനറി മാറ്റർ, നമ്മൾ കാണുന്ന മാറ്റർ ആയിട്ടുള്ള ഓർഡിനറി മാറ്റർ ഉള്ളതെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചം വളരെ വളരെ ചെറുതും നമുക്ക് കാണാത്ത നമ്മുടെ പ്രപഞ്ചം വളരെ വലുതുമാണെന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാത്ത പ്രപഞ്ചത്തിലുള്ള മാറ്റർ ഡാർക്ക് മാറ്റർ, കാണാത്ത പ്രപഞ്ചത്തിലുള്ള എനർജി ഡാർക്ക് എനർജി ആണെന്ന് ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്ററും എനർജിയും ഒക്കെ പരസ്പരം ഇന്റർചേഞ്ചബിൾ ആണ്. എനർജീനെ മാറ്ററിനെ എനർജി ഒക്കെ ആക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം നമ്മളൊരു മാറ്ററിന്റെ കോമ്പോണന്റ് ആയിട്ട് തന്നെയാണ് കരുതാനുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഡാർക്ക് എനർജിയാണ്, സെക്കൻഡ് ഡാർക്ക് മാറ്റർ ആണ്, തേർഡ് ഏറ്റവും കുറവാണ് ഓർഡിനറി മാറ്റർ, വെറും 5% മാത്രമാണ് വരുന്നത് എന്നുകൂടി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാർക്ക് മാറ്ററിനെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ്സിന്റെ പേര് റീസെന്റ് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാർത്ത ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഒരു എക്സ്പെരിമെന്റിന്റെ പേരെന്ന് വെച്ചാൽ Xenon 1T എന്നാണ് ഒരു എക്സ്പെരിമെന്റിന്റെ പേരായിട്ടുള്ളത്. ഇത് ഈ ഒരു ഡാർക്ക് മാറ്ററിനെ കണ്ടുപിടിക്കുന്നതിനുണ്ട് വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനെ ഗ്രാവിറ്റേഷണൽ ഫീൽഡുമായിട്ട് അല്ലെങ്കിൽ ഗുരുത്വാകർഷണവുമായിട്ടുള്ള വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്, ഈ വീക്ക് ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് Xenon 1T എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റുകളിൽ ഒന്നാണ്. പ്രത്യേകിച്ചും ഇത് അണ്ടർഗ്രൗണ്ടിലാണ് നടക്കുന്നതായിട്ടുള്ള ഇറ്റലിയിലാണ് INFN ലബോറട്ടറി നാഷണലി ഡെൽ ഗ്രാൻഡ് സെസോ എന്നുള്ളതാണ് ആ ലബോറട്ടറിയുടെ പേര്. അപ്പോൾ ഈ ഒരു ലബോറട്ടറി നാഷണലി ഡെൽ ഗ്രാൻഡ് സെസോ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റിസർച്ച് സെന്റർ ആണെന്നും കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് റിസർച്ച് സെന്റർ ആണ് ഈ ലബോറട്ടറി നാഷണലി ഡെൽ ഗ്രാൻഡ് സാസോ എന്ന് പറയുന്നത്, ഇറ്റലിയിലാണുള്ളത്. അതിലത്തെ INFN വർക്കിലാണ് ഈ ഒരു ലബോറട്ടറിയിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ആക്ച്വലി നടക്കുന്നത് ഓർത്തുക. അപ്പോൾ റീസെന്റ് ഇത് വാർത്തയിൽ വരാൻ കാരണം USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് മാറ്റർ ഡിറ്റക്ടർ എക്സ്പെരിമെന്റിൽ ഇത്തരത്തിൽ ഡാർക്ക് മാറ്ററിനെ ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള എവിഡൻസുകൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റിന്റെ പേരുണ്ടായിരുന്നത് ലെക്സ് സെപ്ലിൻ LZ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെന്റ്, അതായത് ലെക്സ് സെപ്ലിൻ, അതിനെ ചുരുക്കിയിട്ടാണ് LZ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ലെക്സ് സെപ്ലിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡാർക്ക് മാറ്ററിനെ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള USA അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള എക്സ്പെരിമെന്റ് ആണെന്ന് ഓർത്ത് വെക്കേണ്ടത്. അമേരിക്കയിലാണ് ഇത്, USAയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തതെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. മറ്റൊരു എക്സ്പെരിമെന്റ് ആണ് Xenon 1T എന്ന് പറയുന്നത്. ഇതും ഡാർക്ക് മാറ്ററിനെ ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള എക്സ്പെരിമെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ പ്രിലിംസ് വ്യൂ പോയിന്റിലാണ് നോക്കേണ്ടതായിട്ടുള്ളത്. പ്രിലിംസ് വ്യൂ പോയിന്റിൽ ഡാർക്ക് മാറ്ററിനെ സംബന്ധിച്ച് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യം വരാം, അല്ലെങ്കിൽ ഈ ഒരു ലെക്സ് സെപ്ലിൻ the term which is commonly seen in the news is related with എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ Xenon 1T which is commonly seen in the news which is recently seen in the news is related with എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ ഓർത്ത് നോക്കുക, ഡാർക്ക് മാറ്ററിനെ ഡിറ്റക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു കീവേഡുകൾ എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്.